മലയാള സിനിമയുടെ മുഖശ്രീയായ ശ്രീവിദ്യയെ നഷ്ടമായ മാസമാണ് ഒക്ടോബർ. 1969 പുറത്തിറങ്ങിയ ചട്ടമ്പി കവല എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ശ്രീവിദ്യ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ സജീവമായിരുന്നു. പി സുബ്രഹ്മണ്യത്തിന്റെ 1969 കുമാരസംഭവം, തെലുങ്ക് ചിത്രമായ താത്ത മനവാട് എന്നിവയിൽ നൃത്തരംഗങ്ങളുമായാണ് ശ്രീവിദ്യ ആദ്യകാലത്ത് പ്രത്യക്ഷപ്പെട്ടത്. കെ ബാലചന്ദ്രന്റെ ന്യൂട്രിക് 100 എന്ന സിനിമയിൽ ശ്രീവിദ്യ ആദ്യമായി ശ്രദ്ധേയ വേഷം കൈകാര്യം ചെയ്തു. പ്രൊഫസറുമായി പ്രണയത്തിലാകുന്ന വിദ്യാർത്ഥിനിയുടെ വേഷമായിരുന്നു ശ്രീവിദ്യയ്ക്ക്. ഡൽഹി ടു മദ്രാസ് എന്ന സിനിമയിൽ ആദ്യമായി നായികയായി. മലയാളം, തമിഴ് സിനിമകളിലാണ് പ്രധാനമായും ശ്രീവിദ്യ അഭിനയിച്ചതെങ്കിലും തെലുങ്ക്, കന്നഡ, ഹിന്ദി സിനിമകളിലും അവർ സാന്നിധ്യം അറിയിച്ചു. മരണത്തിന് മുൻപ് കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ എന്തു ചെയ്യണമെന്ന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു ശ്രീവിദ്യയ്ക്ക്. ശ്രീവിദ്യ പേര് പോലെ തന്നെ മലയാളത്തിന്റെ സ്ത്രീയായി നിറഞ്ഞ പതിറ്റാണ്ടുകൾ. ജന്മം കൊണ്ട് മാതൃഭാഷ തമിഴാണെങ്കിലും മലയാളിയേക്കാൾ നന്നായി മലയാളത്തെ സ്നേഹിച്ച ജീവിതം. നഷ്ടങ്ങളും വേദനകളും കണ്ണീരും നോവുകളും മാത്രമായിരുന്നു ആ ജീവിതത്തിൽ ഉടനീളം അവരെ പിന്തുടർന്നത്. പക്ഷെ അവിടെയൊന്നും തളരാതെ മുന്നേറിയ കലാകാരി. ശിവാജി ഗണേശനൊപ്പം തിരുവരുൾ ശെൽവനിലൂടെ അരങ്ങേറ്റം. കുമാരസംഭവത്തിൽ ഒരു നൃത്തരംഗത്തിലൂടെ മലയാളത്തിലേക്ക്. ചട്ടമ്പി കവലയിലൂടെ നായികയായി. പിന്നീട് പല ഭാഷകളിലായി 800-ലേറെ ചിത്രങ്ങൾ. ഗായികയായും നർത്തകിയായും സകല ഐശ്വര്യങ്ങളും നിറഞ്ഞൊരു കലാകാരിയായി ശ്രീവിദ്യ വെള്ളിത്തിരയിൽ ജീവിച്ചു. സിനിമ അവർക്ക് ഒരു മരുന്നായിരുന്നു. മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം 3 തവണ, മികച്ച സഹനടിക്കുള്ള പുരസ്കാരം 2 തവണ. ശ്രീവിദ്യയുടെ സൗന്ദര്യത്തിന് പിന്നാലെ പ്രണയവുമായി നടന്നവരേറെ. പക്ഷേ വിദ്യ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും സ്നേഹിച്ചത് കമൽഹാസനെ. പക്ഷെ ആ പ്രണയവും വിദ്യയ്ക്ക് ശ്രീയായില്ല. ഒരുമിച്ചൊരു ജീവിതം കൊതിച്ച മനുഷ്യനൊപ്പം മരണക്കിടക്കയിൽ അല്പനേരം ചേർന്നിരിക്കാനായിരുന്നു വിധി. സ്നേഹിച്ചവരെല്ലാം നിരാശ സമ്മാനിച്ചപ്പോഴും വിശ്വസിച്ചവരെല്ലാം ചതിച്ചപ്പോഴും സ്വത്ത് മാത്രം ലക്ഷ്യമിട്ട് വന്നവരെയും തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെ പോയി. അങ്ങനെയുള്ളവരോടെന്ന പോലെ ഒരു പാട്ടും അവർ മലയാളത്തിൽ പാടിയിട്ടുണ്ട്. ഒരു കുഞ്ഞു വേണമെന്നായിരുന്നു മോഹം. അത് നടക്കാതെ വന്നപ്പോൾ സംഗീതവും നൃത്തവും ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കായി തൻ്റെ സമ്പാദ്യം ട്രസ്റ്റിനായി നീക്കിവെച്ച മനസ്സ്. എല്ലാ നഷ്ടങ്ങളിലും ആശ്രയമായിരുന്ന അമ്മയെ കവർന്ന ക്യാൻസർ ഒടുവിൽ ശ്രീവിദ്യയെയും തേടിയെത്തി. മാരക വേദനയ്ക്ക് ഒരാശ്വാസമാകുന്ന മരുന്നിനുള്ള പണത്തിനായി പോലും ആ ട്രസ്റ്റ് കനിഞ്ഞില്ല എന്നതിനും കാലം സാക്ഷി. ദരിദ്ര ചുറ്റുപാടിൽ നിന്നുള്ള കുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് ശ്രീവിദ്യ അവരുടെ സ്വത്തുക്കൾ വിഭജിച്ചത്. 2003 മെറ്റാസ്റ്റാറ്റിക് സ്തനാർബുദം തിരിച്ചറിഞ്ഞ ശ്രീവിദ്യ 3 വർഷക്കാലം ചികിത്സ തേടി. 2006 ഓഗസ്റ്റിൽ സാമ്പത്തിക പരിമിതിയുള്ള കുട്ടികൾക്ക് സംഗീതവും നൃത്തവും പഠിക്കാൻ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആരംഭിക്കാൻ KB ഗണേഷ് കുമാറിനെ ചുമതലപ്പെടുത്തി. അതുമല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകാനോ അക്ഷരരായ കലാകാരന്മാർക്ക് സാമ്പത്തിക സഹായം ചെയ്യാനോ ആയിരുന്നു നിർദ്ദേശം. സാമ്പത്തികത്തിന്റെ ഒരു ഭാഗം ഒഴികെയുള്ള സ്വത്തുക്കൾ ചാരിറ്റബിൾ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്യുകയും സ്വത്തുക്കളുടെ മൂല്യം ന്യൂക്ലിയസ് ഫണ്ടായി കൈമാറണം എന്നും ശ്രീവിദ്യ പറഞ്ഞിരുന്നു. ഗണേഷ് കുമാറിനായിരുന്നു ഈ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ ചുമതല. 2006 ഓഗസ്റ്റിൽ സഹോദരന്റെ കുട്ടികൾക്ക് 5 ലക്ഷം രൂപ വീതവും വീട്ടുജോലിക്കായി നിന്ന സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപ വീതവും വിൽപത്രത്തിൽ മാറ്റിവെച്ചിരുന്നു. ഇതേ വർഷം ഒക്ടോബർ 19 ക്യാൻസർ മൂർധന്യാവസ്ഥയിലെത്തിയ ശ്രീവിദ്യ മരണത്തിന് കീഴടങ്ങി. മരണസമയം 53 വയസ്സായിരുന്നു ശ്രീവിദ്യയുടെ പ്രായം.